നമസ്കാരം. ഒട്ടേറെ വൈകല്യങ്ങളോടെ കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ പ്രതികരണവുമായി ആലപ്പുഴ കടപ്പുറം ആശുപത്രിയിലെ ഡോക്ടർമാർ. 2 ഡോക്ടർമാരെ പ്രതിയാക്കിയാണ് പോലീസ് എഫ്ഐആർ. കുഞ്ഞിന്റെ അമ്മ സുറുമിയെ ചികിത്സിച്ച ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഷേർലി ആരോപണം നിഷേധിക്കുകയാണ്. ചികിത്സയുടെ ഭാഗമായി ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടെന്നും 32ാമത്തെ ആഴ്ച വരെ അസ്വാഭാവികമായി ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ഡോക്ടർ ഷേർലി പറഞ്ഞു. ആലപ്പുഴ കടപ്പുറം ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷേർലി, ഡോക്ടർ പുഷ്പ എന്നിവർക്കെതിരെയും സ്കാനിംഗ് സെന്ററിലെ 2 സ്വകാര്യ ഡോക്ടർമാർക്കുമെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ഗർഭകാലത്തിന്റെ 8ാമത്തെ ആഴ്ച മുതൽ എന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ചികിത്സയുടെ ഭാഗമായി ചെയ്യേണ്ടതായിട്ടുള്ള രക്തപരിശോധനകളും സ്കാനിങ്ങുകളും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിലൊന്നും അസ്വാഭാവികതകൾ പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫ്ലൂയിഡ് കൂടിയപ്പോൾ അടിയന്തര ചികിത്സകൾ ലഭ്യമാക്കുകയാണ് ചെയ്തത്. സ്കാനിങ്ങിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ക്ലിനിക്കിൽ എനിക്ക് സംശയങ്ങളുണ്ടായിരുന്നു. ഫ്ലൂയിഡ് ലെവൽ കൂടി വരുന്നത് കണ്ട് ഞാൻ ഉടൻ തന്നെ അഡ്മിഷൻ ആക്കിയായിരുന്നു. പെട്ടെന്ന് കുഞ്ഞിന് ഹാർട്ട് ബീറ്റിന്റെ അളവ് കുറയുന്നത് കണ്ടപ്പോൾ ഇവിടെ സിസേറിയൻ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നുവെന്നും ഡോക്ടർ ഷേർലി പറയുന്നു. ഈ ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റ് ഇല്ല. പുറത്തെ സ്വകാര്യ സ്കാനിംഗ് സെന്ററിലേക്കാണ് റെഫർ ചെയ്തത്. പുറത്തുനിന്ന് പരിശോധിച്ചാൽ കുഞ്ഞിൻ്റെ വൈകല്യങ്ങൾ കണ്ടെത്താൻ കഴിയില്ല. സ്കാനിങ്ങിലൂടെ മാത്രമേ കിട്ടുകയുള്ളൂ. സ്കാനിങ്ങിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടില്ല. ആകെ കണ്ടത് 32ാമത്തെ ആഴ്ചയിൽ ഫ്ലൂയിഡിൻ്റെ അളവ് കൂടിയത് മാത്രമാണ്. 32 ആഴ്ച വരെ എല്ലാം നോർമലായിരുന്നു. ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടെന്നും ഡോക്ടർ ഷേർലി പ്രതികരിച്ചു. ഡോക്ടർ പുഷ്പയും സ്കാനിംഗ് റിപ്പോർട്ടിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. ദമ്പതികൾ തന്നെ കണ്ടത് ആദ്യത്തെ 2 മാസത്തിലാണെന്നും ആ സമയത്ത് ശിശുവിൻ്റെ വൈകല്യം കണ്ടെത്താൻ കഴിയില്ലെന്നും ഡോക്ടർ പറഞ്ഞു. തനിക്കെതിരായ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഡോക്ടർ പുഷ്പ പറഞ്ഞു. ഗുരുതര വൈകല്യങ്ങളാണ് നവജാത ശിശുവിനുള്ളത്. കുഞ്ഞിൻ്റെ ചെവിയും കണ്ണും ഉള്ളത് യഥാസ്ഥാനത്തല്ല. വായ തുറക്കുന്നില്ല. മലർത്തി കിടത്തിയാൽ കുഞ്ഞിൻ്റെ നാവ് ഉള്ളിലേക്ക് പോകും. കാലിനും കൈക്കും വളവുണ്ട്. ഗർഭകാലത്ത് പലതവണ നടത്തിയെങ്കിലും സ്കാനിങ്ങിൽ ഡോക്ടർമാർ വൈകല്യം തിരിച്ചറിഞ്ഞില്ലെന്നാണ് കുട്ടിയുടെ അമ്മയുടെ പരാതി. സംഭവത്തിൽ 4 ഡോക്ടർമാർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ആലപ്പുഴ അമ്മയും കുഞ്ഞും ആശുപത്രിക്കെതിരെയും സ്കാൻ ചെയ്ത മിഡാസ്, ശങ്കേഴ്സ് എന്നീ ലാബുകൾക്കെതിരെയുമാണ് കേസ്. അനീഷ്, സുറുമി ദമ്പതികളുടെ കുഞ്ഞാണ് അസാധാരണ വൈകല്യങ്ങളുമായി ജനിച്ചത്. കുഞ്ഞിൻ്റെ മുഖത്തിന് അസാധാരണ രൂപം, തുറക്കാൻ കഴിയാത്തവ, സ്ഥാനം തെറ്റിയ തുറക്കാത്ത കണ്ണ്, ഹൃദയത്തിൻ്റെ ദ്വാരം തുടങ്ങിയ വൈകല്യങ്ങളോട് ജനിച്ച ശിശുവിന് ജനനേന്ദ്രിയം ഉണ്ടെങ്കിലും സാരമായ വൈകല്യമാണ് ഉള്ളതെന്നാണ് ദമ്പതികൾ വ്യക്തമാക്കുന്നത്. വൈകല്യങ്ങൾ ഗർഭകാലത്തെ സ്കാനിങ്ങിൽ ഡോക്ടർമാർ അറിയിച്ചില്ല എന്നാണ് ദമ്പതികളുടെ പരാതി. 7 തവണ സ്കാൻ ചെയ്തിട്ടും വൈകല്യമുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്വകാര്യ ലാബിൽ പരിശോധിച്ചപ്പോൾ ഡോക്ടർമാർ ഇല്ലായിരുന്നുവെന്നാണ് ദമ്പതികൾ പറയുന്നത്. ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സ്വകാര്യ ലാബിൽ പരിശോധന നടത്തിയത് ഡോക്ടർ ഇല്ലാതെ എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണത്തിലാണ് ഡോക്ടർ ഉണ്ടായിരുന്നില്ലെന്ന് കണ്ടെത്തിയത്. റിപ്പോർട്ടിൽ ഡോക്ടറുടെ ഒപ്പും സീലും നൽകിയിട്ടുണ്ടെന്നും കണ്ടെത്തി. 11ഉം 5ഉം വയസ്സുള്ള 2 പെൺമക്കളുള്ള ദമ്പതികളുടെ 3ാമത്തെ കുട്ടിക്കാണ് അസാധാരണ വൈകല്യം. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നവജാത ശിശുവിന്റെ വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ല എന്ന ആരോപണത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും അറിയിച്ചിട്ടുണ്ട്. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ അന്വേഷണം നടത്താൻ മന്ത്രി ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. ജില്ലാതലത്തിലുള്ള അന്വേഷണം ഇന്നലെ ആരംഭിച്ചു. സ്കാനിംഗ് സെന്ററിനെ പറ്റിയും അന്വേഷണം നടത്തുന്നതാണ്. അന്വേഷണങ്ങളിൽ വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണെന്നും മന്ത്രി പറയുന്നു. മിഡാസ് ഹെൽത്ത് കെയർ സ്കാൻസ് ആൻഡ് ലബോറട്ടറിയിലെ ഡോക്ടർ, ശങ്കേഴ്സ് ഹെൽത്ത് സ്കാൻ ആൻഡ് ഡയഗ്നോസിസിലെ ഡോക്ടർ എന്നാണ് എഫ്ഐആറിലെ പേരുകൾ. അതായത് ഏത് ഡോക്ടറാണെന്ന് കൃത്യമായി പോലീസ് തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നാൽ സ്കാനിംഗ് സെന്റർ ഏതെന്ന് വ്യക്തമാക്കി തന്നെയാണ് എഫ്ഐആർ.